ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ചെറിയ സ്കൂൾ ഐറ്റംസ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇത് എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോനാണ്. ഞങ്ങൾ ഇറങ്ങാൻ നിർത്താൻ നല്ല ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് ക്യാമറ നോക്കി ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ ചെന്ന് ഹാപ്പി 70s ഓൾസോ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ്. ബിക്കോസ് നമ്മൾ ഇത്തവണ ഇത്തിരി നേരത്തെയാണ് സാധനങ്ങളൊക്കെ എടുക്കാൻ പോയത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നതാണ് ഗൈസ്. ഇപ്പം നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്ന് ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ഞാൻ ക്യാമറയും കൊണ്ട് വരാറായപ്പോഴത്തേക്ക് അവരെത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഐറ്റംസ് ഒക്കെ ഉള്ള ആ ഒരു ഭാഗത്ത് അവരവിടെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ചെന്നപ്പോഴത്തേക്കും എൻ്റെ അനിയനെ ബോക്സ് നോക്കി കൊണ്ടുവയ്ക്കുമായിരുന്നു അവർ. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കാണുമ്പോൾ ക്രേസ് തോന്നുന്ന ടൈപ്പ് കുറേ ബോക്സസ് ഉണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോവും, കാരണം അത്രയും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ആലോചിച്ചെന്ന് അവസാനം ഒരു സ്പൈഡർമാൻ്റെ ബോക്സാണ് എടുത്തത്. അതിൽ ടൈം ടേബിൾ എഴുതാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു, വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ദാറ്റ് മാർക്കർ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു സ്പൈഡർമാൻ്റെ തീമുള്ള പെൻസിലും അതുപോലെ സ്കെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ അവസാനം അവൻ അത് തന്നെ എടുത്തു. പിന്നെ ഞാൻ വശത്ത് പൗച്ച് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇത്തിരി ക്യൂട്ടായിട്ടുള്ള സ്പേസ് ഉള്ളതായിരുന്നു നോക്കിയത്. അപ്പം ഞാൻ അവരുടെ പുറകെ ബോട്ടിൽസ് നോക്കാൻ പോയി. വെള്ളം കുടിക്കാൻ ഞാൻ പണ്ടേ നല്ല മടിച്ചാണ് ഗൈസ്. മൊത്തം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല വലിയ ബോട്ടിൽ തന്നെയായിരുന്നു നോക്കിയത്. എനിക്ക് ഒരെണ്ണം നല്ല ഇഷ്ടപ്പെടാതെ ഞാൻ വലിയത്തിന് കൈ പിടിച്ചിരുന്നെങ്കിലും അവനത് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് അവനെ ഒരേതുപോലെയാണ് എടുക്കുന്നതല്ലേ, ഞങ്ങൾ അടി ഉണ്ടാക്കും ഗൈസ്. എപ്പോഴും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഡീൽസ് എടുക്കും. ബട്ട് അറ്റ് ലാസ്റ്റ് അത് റിയായിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അപ്പം ഞാൻ കരുതി പപ്പയും അമ്മയും പറയുന്ന പോലെ തന്നെ ഒരു ബോട്ടിൽ എടുക്കാമെന്ന്. അധികം വെള്ളം കുടിക്കില്ലല്ലോ എന്ന് പറഞ്ഞൊരു ചെറിയ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ എടുത്ത് കാണിച്ചപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് ബാസ്കറ്റിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ ഒരെണ്ണം വെള്ളം കുടിക്കാൻ മേടിച്ചതുകൊണ്ട് ഇത്തിരി വലിയ ബോട്ടിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ വേറെ ഒരെണ്ണം എടുത്തു ഗൈസ്. ഈ ബോട്ടിലാണ് ഞാൻ എടുത്തത്. പിന്നെ നേരെ ഞാൻ പൗച്ചിൻ്റെ സെക്ഷനിലേക്ക് കടന്നു. ഞാൻ ചെന്നപ്പോൾ കിട്ടാത്ത സാധനം പപ്പ വന്നപ്പോൾ കിട്ടി ഗൈസ്. ഏകദേശം ഉദ്ദേശിച്ചൊരു ടൈപ്പായിരുന്നു പപ്പ എടുത്തിരുന്നത്. അപ്പോൾ ഞാനത് ഒരു ഗ്രീനും ബ്ലൂവും പിങ്കും കയ്യിലെടുത്ത് വെച്ചിട്ട് അവസാനം ഞാൻ ബ്ലൂ കൊണ്ടുപോയി എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ പിങ്ക് നോക്കിക്കൊണ്ട് കുറേ നേരം ആലോചിച്ചു. ബിക്കോസ് എനിക്ക് പെൻസിൽസ് അങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കുറേ പിങ്ക് കളറുണ്ട്. അപ്പോൾ അത് പൗച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ബട്ട് എനിക്ക് ആ പൗച്ച് അധികം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഗ്രീൻ എടുക്കാൻ കരുതി. പിന്നെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയപ്പോൾ പപ്പേൻ്റെ കൊടുത്തപ്പോൾ പപ്പ പറഞ്ഞു എന്നാൽ ഗ്രീൻ തന്നെ എടുക്കാതെ ഇത്തിരി കൂടെ നല്ലതെന്ന്. അങ്ങനെ ഞാൻ അത് നേരെ ബാസ്ക്കറ്റിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റി പെന്നുകളൊക്കെ നോക്കിയിരുന്നു. വെറൈറ്റി പെന്നെടുക്കാൻ അമ്മ എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്തു. അപ്പോഴത്തേക്ക് അമ്മ ഫ്ലെയറിൻ്റെ കുറച്ച് പെന്നുകൾ സെപ്പറേറ്റ് എടുക്കുമായിരുന്നു. അതിന് നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടുമെന്ന് പറഞ്ഞ് എന്തോ അവിടെ നോക്കിയപ്പോൾ അതിൻ്റെ പാക്കറ്റ് കണ്ടില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് എടുക്കുമായിരുന്നു. പപ്പയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു ഓക്കെ അത് ഇട്ടോളാം പറഞ്ഞു. അതൊരു അവസാനം അത് ബാസ്ക്കറ്റിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ ഒരു പെൻ എടുത്തുകൊണ്ട് വന്നു ഗൈസ്. അങ്ങനെ അത് ഞാൻ അതേപോലെ തിരിച്ചെടുത്ത് വെച്ചു. അനിയനൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണമായിരുന്നു, അതെടുത്ത് വെച്ചു. അതേപോലെ ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ് വേണമായിരുന്നു, അതും പിന്നെ ഒരു ബിഗ് സ്കെയിലും എടുത്തു. അതാണ് ഹൈലൈറ്റിൻ്റെ കാര്യം എടുത്തത്. എപ്പോഴും ഒരേ ഹൈലൈറ്റർ വാങ്ങുന്നത് ഇത്തവണ മാറ്റി പിടിച്ചൊരു ഓറഞ്ച് വാങ്ങി. സ്റ്റിക്കി നോട്ട്സ് എനിക്ക് അത്യാവശ്യമായിരുന്നു. ബിക്കോസ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ സാറ് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാമല്ലോ എഴുതിയിട്ട്. അതുകൊണ്ട് ഞാൻ അതും വാങ്ങി. അങ്ങനെ ഏകദേശം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പയ്ക്കും അമ്മയ്ക്കും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലിക്വിഡ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതിനും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്കും കൗണ്ടറിൽ നല്ല തിരക്കായിരുന്നു ഗൈസ്. കുറേ നേരം ബോറടിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് മിഠായി ഒക്കെ എടുത്തുകൊണ്ട് അവിടെ കുറേ നേരം നിന്നു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞു. നേരെ വീട്ടിൽ പോകാമെന്ന് കരുതി. അങ്ങനെ പപ്പ പാർക്കിംഗ് പ്ലേസിൽ നിന്ന് കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഞങ്ങൾ.
അങ്ങനെ മിഠായി പിടിച്ചുകൊണ്ട് നല്ല കാറിൽ കയറിയിരുന്നു ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി നേരെ വീട്ടിൽ പോകണം. ടാറ്റാ ബൈ ബൈ സീ യു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യുക.